ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു ശാന്തി മന്ത്രവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ശാന്തി മന്ത്രം ഞാൻ ആദ്യം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥവും ചെറിയൊരു വിവരണവും പറയുന്നതായിരിക്കും. ആദ്യം ഞാൻ ശാന്തി മന്ത്രം ചൊല്ലാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശോവാസ്യ ഉപനിഷത്തിലെ ആരംഭത്തിലെയും അവസാനത്തിലെയും ഒരു ശാന്തി. ഇതിൻ്റെ അർത്ഥം ഇത് പൂർണ്ണമാകുന്നു, അത് പൂർണ്ണമാകുന്നു, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉണ്ടാകുന്നു, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം അവശേഷിക്കും. എല്ലാത്തിനും കാരണമായ ബ്രഹ്മവും കാര്യമായ പ്രപഞ്ചവും പൂർണ്ണമാണ്. ബ്രഹ്മമാകുന്ന പൂർണ്ണത്തിൽ നിന്നാണ് പ്രപഞ്ചമാകുന്ന പൂർണ്ണം ഉണ്ടാകുന്നത്. ആ പ്രപഞ്ച പൂർണ്ണതയിൽ നിന്നാണ് പൂർണ്ണ ബ്രഹ്മം അവശേഷിക്കുന്നത്. ഒരു വിളക്കിൽ നിന്ന് നിരവധി വിളക്കുകൾ തെളിയിക്കുന്നതുപോലെയോ, ഒരു ഗുരുവിൽ നിന്ന് നിരവധി ശിഷ്യന്മാരിലേക്ക് അറിവ് പകരുന്നതുപോലെയോ, അമ്മയിൽ നിന്ന് മക്കൾ പിറക്കുന്നതുപോലെയോ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. തെളിയിക്കുന്ന വിളക്കുകളിലും അറിവ് നേടിയ ശിഷ്യന്മാരിലും പിറന്നു വീണ മക്കളും അവരുടെ നിലയിൽ പൂർണ്ണരാണ്. ഇതൊന്നുമില്ലെങ്കിലും ആദ്യത്തെ ഉള്ളവർക്ക് പൂർണ്ണതയിൽ തന്നെ നിലനിൽക്കും. 3 തവണ ശാന്തി ചെല്ലുന്നതിനാണ് ഈ മന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. താപത്രയങ്ങളെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാന്തി മന്ത്രങ്ങൾ ചെയ്യുന്നത്. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്: ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ആദിഭൗതികം നമ്മളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ദുഃഖമാണ്, പ്രത്യേകിച്ച് പ്രപഞ്ച ശക്തികളിൽ നിന്നുള്ള ദുഃഖം. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, അതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ദുഃഖങ്ങളാണ് ആദിദൈവികം. രണ്ടാമത്തേത് ആദിഭൗതികം. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്നും, ചുറ്റുപാടിലെ വസ്തുക്കളിൽ നിന്നും, ജീവജാലങ്ങളിൽ നിന്നും ഉള്ള ദുഃഖം. അത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ആധ്യാത്മികം. അത് അവനവനിൽ നിന്നുള്ള ദുഃഖമാണ്. നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അതൊക്കെ എന്താണ്? ആധ്യാത്മികം. അത് നമ്മളുടെ നിയന്ത്രണത്തിൽ വയ്ക്കാവുന്ന ദുഃഖം. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്നത്. താപത്രയങ്ങളെ നീക്കുന്നത്, താപത്രയങ്ങൾ നമ്മളുടെ മംഗളകാര്യങ്ങളെയും പഠനത്തെയും ഒക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു പഠന ക്ലാസ്സുകളോ അല്ലെങ്കിൽ
മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ശാന്തി മന്ത്ര ചൊല്ലുക. ഭൗതികവും മാനസികവും ശാരീരികവുമായ ശാന്തിയും സമാധാനവും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമാണ്. 3 തവണ ശാന്തി ചെല്ലുമ്പോൾ ആദ്യത്തെ ശാന്തി ഉറക്കുകയും, രണ്ടാമത്തെ ശാന്തി ശബ്ദം ഉറച്ചും, മൂന്നാമത്തെ ശാന്തി പതിഞ്ഞ സ്വരത്തിലും ചൊല്ലുക. ഇനി ഒരു പുതിയ അറിവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.